ഹായ് ഹലോ, ഞാൻ ഇന്നും നമ്മുടെ സ്വന്തം മിഡാസിലാണ്. അപ്പോൾ മിഡാസിൽ എപ്പോഴും എന്നോടിങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ മേക്കപ്പ് ചെയ്തതിന് ശേഷം മേക്കപ്പിൻ്റെ ഫിക്സിങ് സ്പ്രേസ് അത് എത്ര ടൈപ്പ് ഉണ്ട്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ബ്രാൻഡാണ് നല്ലത്, ഏത് ബ്രാൻഡ് ഏത് റേഞ്ചിൽ വരും എന്നൊക്കെ പറഞ്ഞ് കുറേ എൻക്വയറീസ് മിഡാസിൻ്റെ സൈറ്റിൽ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാണ് നിങ്ങൾക്ക് മുമ്പിൽ മിഡാസിൽ തന്നെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സ് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സാണ്. The C2P, Color Bar, Bodyography, Revolution, Lager, Sugar, Revolution, again Revolution and Derma. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊരു കാര്യം കാണാൻ പറ്റും. ഞാൻ റിപ്പീറ്റേഷനിൽ റെവല്യൂഷൻ എന്നും ബോഡിയോഗ്രാഫി, ഷുഗർ എന്നും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിൽ റിപ്പീറ്റേഷൻസ് വരുന്നതെന്നറിയോ? നമുക്ക് ഫിക്സിങ് സ്പ്രേസ് പല ടൈപ്പ് ഉണ്ട്. അത് മാറ്റ് ഫിനിഷ് ഉണ്ട്, ഗ്ലോയി ഫിനിഷ് ഉണ്ട്, ഇലുമിനേറ്റിംഗ് ടൈപ്പ് ഉണ്ട്. അങ്ങനെയുള്ള ഫിക്സിങ് സ്പ്രേ തന്നെ ഡിഫറൻസ് ഉണ്ട്. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, അതുപോലെ നമ്മളുടെ ടൈം ഓഫ് മേക്കപ്പ്, അതായത് ഡേ ടൈം ആണോ, പാർട്ടി മേക്കപ്പ് ആണോ, ഒരു വെഡ്ഡിങ് മേക്കപ്പ് ആണോ, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഒന്ന് നമുക്ക് റെവല്യൂഷൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോയിങ് നമുക്ക് തരുന്നതാണ്. അതായത് നമുക്ക് സാധാരണ നമ്മൾ സെറ്റിംഗ് സ്പ്രേസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ, നോർമൽ ഒരുപാട് സെറ്റിംഗ് സ്പ്രേസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം ഇതൊക്കെ സെറ്റിംഗ് സ്പ്രേ ആണ്. പക്ഷേ ഇതിൽ ഗ്ലോയിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2-3 സെറ്റിംഗ് സ്പ്രേ ആണ്. C2P, റെവല്യൂഷൻ, ഇവർ രണ്ടുപേരും. ഇവർ ഇപ്പോൾ നമുക്ക് ഗ്ലോയിങ് ഷുഗറും ഉണ്ട്, ഈ 4 ബ്രാൻഡ്സാണ് ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലോയിങ് ടൈപ്പ് ഓഫ് ഫിക്സിങ് സ്പ്രേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ആഫ്റ്റർ മേക്കപ്പിലാണ്. ഓക്കെ, ഇത് നമുക്ക് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു പാർട്ടി മേക്കപ്പിൽ നമുക്ക് ഉപയോഗിക്കാം, ഒരു ഡെയിലി മേക്കപ്പിൽ നമുക്ക് ഉപയോഗിക്കാം. മാറ്റ് ഫിനിഷ് അല്ലാത്ത രീതിയിൽ ഗ്ലോയിങ് സ്കിന്ന് വേണ്ടവർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഇത് നമ്മുടെ C2P എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയ്ക്കും വിശ്വസിച്ച് ഉപയോഗിക്കാം. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ആയതുകൊണ്ടും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടും നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണ് C2Pയുടെ. ഇത് നമ്മൾ കണ്ടാൽ അറിയാം, ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ഹൈലൈറ്റേഴ്സ് കാണാൻ പറ്റും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുലുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ, നേരത്തെ കളറല്ല, ഇപ്പോൾ കളർ ചേഞ്ചായി ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനകത്തുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് ഫേസിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 4 സ്പ്രേ 5 സ്പ്രേ നമുക്ക് ഫുൾ ഫേസും അതുപോലെ തന്നെ കഴുത്തും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്ലോയുടെ എല്ലാ പ്രൊഡക്ട്സുകളും നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. എന്നാലേ അതിനടിയിലുള്ള ആ ഹൈലൈറ്റേഴ്സ് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. എന്നിട്ടിത് സ്പ്രേ ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് വളരെ ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്കിന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം, കാരണം ഇതൊരു ഫിക്സർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം, ഇല്ല നമുക്കൊരു ഫങ്ഷണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡിയോഗ്രാഫി, അതുപോലെ ലാഗർ, റെവല്യൂഷൻ, പിന്നെ ഡെർമ. നിങ്ങൾക്കറിയാം, മേക്കപ്പ് ഫീൽഡിലോട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും ആദ്യം തൊട്ടേ അറിയുന്ന ഒരു കാര്യമാണ് ഡെർമ ക്രയോണൊക്കെ ഉള്ളത്. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് നോർമൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ന സ്കിൻ ടൈപ്പ് എന്നില്ല, ഓൾ സ്കിൻ ടൈപ്പാണ്, നമുക്ക് എല്ലാവർക്കും അടിച്ചു പോകാം. പക്ഷേ ഒരു ഗ്ലോയിങ് സ്കിൻ അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് എ ഫിക്സർ, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മാറ്റ് ഫിനിഷാണ്. മാറ്റ് ഫിനിഷ് എന്ന് വെച്ചാൽ ഒട്ടും ഗ്ലോസി അല്ലാത്ത മാറ്റ് ലുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ്, അതായത് ഒരു പൗഡർ ഫിനിഷ് പോലെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഗേൾ റെവല്യൂഷൻ്റെ ഈ മാറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇതിനകത്ത്. ഓക്കെ, ഇതിലേതാണ് ഗ്ലോ ഏതാണ് മാറ്റ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത്തരത്തിലുള്ള ഫിക്സിങ് സ്പ്രേയെക്കുറിച്ചുള്ള ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഗ്ലോ, എന്താണ് മാറ്റ്, എന്താണ് നോർമൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നേരിട്ട് വന്ന് ഈ പ്രൊഡക്റ്റുകൾ നേരിട്ട് കണ്ട് പരീക്ഷിച്ചിട്ട് ഉപയോഗിക്കുക. എന്തായാലും എല്ലാം
അടിപൊളി ബ്രാൻഡ്സ് മാത്രമാണ് മിഡാസ് എപ്പോഴും കൊണ്ടുവരാറ്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.